ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ്. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഈ ചൂടിന് പറ്റിയൊരു ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നതിന് ഞാൻ പൈനാപ്പിളും ഓറഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ജ്യൂസ് നല്ല ഹെൽത്തി ആകാനായിട്ട് 2 ചെറിയ ക്യാരറ്റും അതുപോലെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റും ബീട്രൂട്ടും ഞാൻ വെന്ത് വെച്ചിരിക്കുകയാണ്. രണ്ടും ഒന്നിച്ച് വേവിക്കരുത്, കളറിളകും. ക്യാരറ്റ് വേറെയും വേവിക്കുക, ബീട്രൂട്ട് വേറെയും വേവിക്കുക. നമുക്കിനി ജ്യൂസ് ഉണ്ടാക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ 2 ചെറിയ ഓറഞ്ച്, അതിലെ സീഡ്സൊക്കെ മാറ്റിയതാണ്, അതും കൂടി ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. എല്ലാം കൂടി അടിച്ചെടുക്കാൻ പ്രയാസമാണ്. ഓറഞ്ചും പൈനാപ്പിളും കൂടെ അടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ഈ ക്യാരറ്റ് അടിച്ചെടുക്കാം. കൂടെ തന്നെ ബീട്രൂട്ടും കൂടെ അടിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. 1 കപ്പ് തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ അടിച്ചുകൊണ്ട് വരാം. ക്യാരറ്റും ബീട്രൂട്ടും കൂടെ അടിച്ചെടുത്തത് നമുക്ക് ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കിയ ജ്യൂസ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. 2 ലെയറായിട്ടാണ്. താഴെ ആ ബീട്രൂട്ടിൻ്റെ കളറും മേളിൽ ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും കളറുമാണ്. നമുക്ക് ഈ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ള ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ് നമ്മളിപ്പോൾ അടിച്ചെടുത്തിരിക്കുന്നത്. കളർ തന്നെ എന്ത് ഭംഗിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.